ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു തുള്ളി എണ്ണ ചേർക്കാതെ നല്ല ജ്യൂസി ആയിട്ടുള്ള സോഫ്റ്റായ ചിക്കൻ ഫ്രൈയും കോവയ്ക്ക ഫ്രൈയും അതിൻ്റെ കൂടെ തന്നെ നല്ലൊരു പൊടിച്ചക്ക കൂട്ടുകറിയും. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, കൂടെ ഒരു ലൈക്കും കൂടി. ആദ്യമായിട്ട് ചിക്കൻ മാരിനേറ്റ് ചെയ്യാനായിട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പെപ്പർ, ഗരം മസാല, പെരുംജീരകപ്പൊടി, ഉപ്പ്, 2 ടേബിൾ സ്പൂൺ കട്ടിയായിട്ടുള്ള തൈരും കൂടി എടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൽ നമ്മൾ കഴുകി വൃത്തിയാക്കിയ ചിക്കൻ ചേർക്കാം. ഇത് എയർ ഫ്രയറിൽ വെച്ചാണ് ഫ്രൈ ചെയ്യാൻ പോകുന്നത്. ജലാംശം കൂടുതലുള്ള തൈരാണെങ്കിൽ ഒരു അരിപ്പയിൽ ഒഴിച്ച് വെച്ചാൽ കുറച്ച് കട്ടിയായിട്ട് കിട്ടും. ഇതിൻ്റെ കൂടെ 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വയ്ക്കാം. ഇതൊരു അരമണിക്കൂർ ഇരിക്കട്ടെ. ഒരു തുള്ളി പോലും എണ്ണ ചേർക്കേണ്ട. ആ സമയം കൊണ്ട് നമുക്ക് കോവയ്ക്ക അരിഞ്ഞെടുക്കാം. കോവയ്ക്ക കനം കുറച്ച് അരിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇത് ഫ്രൈ ആയി കിട്ടും. ഇതും എയർ ഫ്രയറിൽ വെച്ചാണ് ഫ്രൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എണ്ണ വളരെ കുറച്ചാണ് യൂസ് ചെയ്യുന്നത്. സാധാരണ കോവയ്ക്കയും വെണ്ടയ്ക്കയും ഒക്കെ ഫ്രൈ ചെയ്യാനായിട്ട് നമ്മൾ എത്രമാത്രം ഓയിലാണ് യൂസ് ചെയ്യുന്നത്. ഇത് നോക്കിക്കോളൂ ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. അല്പം മഞ്ഞൾപ്പൊടിയും, മുളക് പൊടിയും, പെപ്പറും, ഉപ്പും, 1 ടീസ്പൂൺ, വളരെ ചെറിയ സ്പൂണാണ്, 1 ടീസ്പൂൺ ഒലിവ് ഓയിലാണ് ഞാൻ ചേർത്തത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. ഇതും ഒരു 10-15 മിനിറ്റ് ഇരിക്കട്ടെ. പൊടിച്ചക്ക കൂട്ടുകറിക്ക് വേണ്ടി കുറച്ച് തേങ്ങാപ്പാൽ ഉണ്ടാക്കി വയ്ക്കാം. 1 പിടി തേങ്ങയെ എടുത്തിട്ടുള്ളൂ. മിക്സിയിലൊന്ന് അടിച്ചെടുത്താൽ നന്നായിട്ട് അതിൻ്റെ പാല് കിട്ടും. ഇത് 3 പ്രാവശ്യം വെള്ളമൊഴിച്ച് 3 പാല് ആക്കി എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ പൊടിച്ചക്ക എടുത്തിട്ടുണ്ട്. ഇത്രയൊന്നും ഞാൻ എടുക്കുകയില്ല. ഇതിൻ്റെ 4/1 ഭാഗം മാത്രമാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. ഇതൊന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. വളരെ ചെറിയ പീസായിട്ടാണ് അരിഞ്ഞെടുത്തത്. ആദ്യമേ ഇത് വെള്ളത്തിലിട്ട് വെച്ചാൽ കറുക്കുകയില്ല. അതുപോലെ ഒരു ചെറിയ പൊട്ടറ്റോയും എടുത്തിട്ടുണ്ട്. പാൻ ചൂടാക്കി എണ്ണ ഒഴിക്കാം. ചക്ക കൊണ്ട് നമ്മൾ തീയലും തോരനും ഒക്കെയാണല്ലോ ഉണ്ടാക്കുന്നത്. ഇതുപോലെ കൂട്ടുകറി ഉണ്ടാക്കാൻ വളരെ നല്ലതാണ് ഈ പൊടിച്ചക്ക. വെറും 2 ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചത്. ഇതിൽ നമ്മൾ കഴുകി വച്ചിരുന്ന ചക്ക ചേർക്കാം. അതുപോലെ പൊട്ടറ്റോയും. ഇത് രണ്ടും കൂടി 2-3 മിനിറ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ ഫ്രൈ ചെയ്യാം. ചക്കയും പൊട്ടറ്റോയും ഫ്രൈ ചെയ്തിട്ട് ഇതുപോലെ കൂട്ടുകറി ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഉപ്പ് ഇപ്പോൾ ഞാൻ ചേർക്കുന്നില്ല. ഉപ്പ് ലാസ്റ്റ് ചേർക്കുമ്പോൾ അധികം ഉപ്പ് ഈ കറിയിൽ പിടിക്കുകയില്ല. പൊട്ടറ്റോയും ചക്കയും അല്പം ഫ്രൈ ആയിട്ടുണ്ട്. ഇതിനി കോരി മാറ്റാം. ഈ പാനിൽ 1 ടീസ്പൂൺ എണ്ണ കൂടി ഒഴിക്കാം. 1 ടീസ്പൂൺ മതി. 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി കഴിയുമ്പോൾ 2 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ഇതിലിനി കുറച്ച് ഗരം മസാല ചേർക്കണം. ഓൾ മസാലയാണ് ചേർക്കാൻ പോകുന്നത്. 1 ബേ ലീഫ്, 2 കഷ്ണം പട്ട, 2 ഏലയ്ക്ക, 4 ഗ്രാമ്പൂ, ഇത്രയുമാണ് ചേർത്തത്. ഒരു ചെറിയ സവാള സ്ലൈസ് ചെയ്ത് ചേർത്തിട്ടുണ്ട്. സവാളയുടെ നിറമൊന്ന് മാറിക്കഴിയുമ്പോൾ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇനി നേരത്തെ പിഴിഞ്ഞു വെച്ച തേങ്ങാപ്പാലിൽ നിന്ന് 3-ാം പാലാണ് എടുത്തത്. അതിൽ നമുക്ക് ഈ മസാല ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത്. അതുകൊണ്ട് എണ്ണ ഞാൻ വളരെ കുറച്ചാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ മസാല കരിയാതിരിക്കാനായിട്ട് ഇതുപോലെ തേങ്ങാപ്പാലിൽ മിക്സ് ചെയ്യുകയാണ്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, ഇത്രയുമാണ് ചേർത്തത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. സവാള വാടി കഴിഞ്ഞോ ഇതിൽ 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കാം. ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലിനി ഈ മസാല ചേർക്കാം. ഇതുപോലെ എണ്ണ കുറച്ച് യൂസ് ചെയ്യുന്ന കറികളിലൊക്കെ തേങ്ങാപ്പാൽ യൂസ് ചെയ്താൽ എണ്ണയുടെ ഉപയോഗം കുറയ്ക്കാം. ടേസ്റ്റും നല്ലതായിരിക്കും. അപ്പോൾ ചോദിക്കും, തേങ്ങാപ്പാലിൽ നിന്നും എണ്ണ വരികയില്ലേ എന്ന്. വരും, പക്ഷേ വളരെ കുറച്ചാണല്ലോ അത്. 2 ടേബിൾ സ്പൂൺ തൈര് കൂടി ചേർത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് ഇളക്കി കൊടുക്കാം. മസാലയിലുള്ള വെള്ളം ഒന്ന് വറ്റി കഴിയുമ്പോഴേക്ക് ഇത് നന്നായിട്ട് മൂത്ത് വരും. എന്നിട്ട് ഇതിൽ ഫ്രൈ ചെയ്ത് വെച്ച ചക്ക ചേർക്കാം. ഇനി ഈ ചക്കയും മസാലയും കൂടി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഇനി ഇതിൽ വെള്ളമൊഴിച്ച് വേവിക്കണം. വെള്ളത്തിന് പകരം നമ്മൾ പാലാണല്ലോ യൂസ് ചെയ്യുന്നത്. ഇത് 2-ാം പാലാണ്. ഇത് അധികം ലൂസായിട്ടുള്ളൊരു കറിയല്ല, നല്ല കുറുകിയാണ് ഇരിക്കുന്നത്. അടച്ചു വെച്ച് വേവിക്കാം. ആ സമയത്ത് നമ്മുടെ ചിക്കനൊക്കെ റെഡി ആയിരിക്കുകയല്ലേ. എയർ ഫ്രയറിൽ നമുക്ക് ചിക്കൻ ഉണ്ടാക്കാം.
ആദ്യം 5 മിനിറ്റ് ഈ എയർ ഫ്രയർ ഒന്ന് പ്രീഹീറ്റ് ചെയ്യുകയാണ്. പ്രീഹീറ്റ് ചെയ്യാതെയും ഇൻഗ്രീഡിയൻസ് ഇതിനകത്ത് വെച്ച് നമുക്ക് കുക്ക് ചെയ്യാം. പക്ഷേ അത് കുറച്ച് കൂടുതൽ സമയം വേണ്ടിവരും കുക്കിംഗ് ടൈം. ഈ എയർ ഫ്രയറിൽ 80 മുതൽ 200 ഡിഗ്രി വരെയുള്ള ടെമ്പറേച്ചറാണ് ഉള്ളത്. ഇതിൽ 180 ഡിഗ്രി അഡ്ജസ്റ്റ് ചെയ്തിട്ട് എന്താണ് മെനു നമുക്ക് ചെയ്യേണ്ടത് അതും അഡ്ജസ്റ്റ് ചെയ്തിട്ട് ടൈം സെറ്റ് ചെയ്യാം. ആ കറക്റ്റ് ടൈം ആവുമ്പോൾ ഇത് ഓഫ് ആവും. ഓരോ കുക്കിങ്ങിന് ശേഷവും എയർ ഫ്രയർ കഴുകുമ്പോൾ അതിൻ്റെ കോട്ടിങ് നഷ്ടപ്പെടും. അതുകൊണ്ട് ഇതുപോലുള്ള പാർച്ച്മെൻറ്റ് പേപ്പർ യൂസ് ചെയ്തിട്ട് അതിൽ ഇൻഗ്രീഡിയൻറ്റ് വെച്ച് നമുക്ക് കുക്ക് ചെയ്താൽ ഈ പേപ്പർ മാത്രം എടുത്ത് കളഞ്ഞാൽ മതി. ഒരു ലെയറായിട്ടാണ് വയ്ക്കുന്നത്. 300 മുതൽ 500 ഗ്രാം വരെ ഒരു പ്രാവശ്യം നമുക്ക് കുക്ക് ചെയ്യാം. വീണ്ടും ഇതിൻ്റെ ഫ്രൈയിങ് ടൈം അഡ്ജസ്റ്റ് ചെയ്യണം. 180 ഡിഗ്രിയിൽ 12 മിനിറ്റാണ് ഞാൻ ആദ്യം വയ്ക്കാൻ പോകുന്നത്. ഇപ്പോൾ നമ്മുടെ ചക്ക കൂട്ടുകറി റെഡി ആയിട്ടുണ്ട്. നല്ലൊരു മണമുണ്ട്, തേങ്ങാപ്പാലിൻ്റെയും ഗരം മസാലയുടെയും ഒക്കെ. ഇനി ഇതിൽ കുറച്ച് തേങ്ങാപ്പാൽ കൂടി ചേർക്കണം. ആദ്യം ടേസ്റ്റൊക്കെ ഉണ്ടോ എന്ന് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. നമ്മൾ 3-ാം പാലും 2-ാം പാലുമാണ് ചേർത്തത്. ഇനി ഇതിൽ 1-ാം പാലാണ് ചേർക്കുന്നത്. 1-ാം പാൽ കുറച്ച് കട്ടിയുള്ളതാണല്ലോ. ചക്കയും പൊട്ടറ്റയും ഒക്കെ ശരിക്കും വെന്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. വെന്തിട്ടില്ലെങ്കിൽ കുറച്ചുകൂടി ചൂടുവെള്ളം ഒഴിച്ച് വേവിക്കാം. ഇത് 1-ാം പാലാണ്. 1-ാം പാൽ കുറച്ച് കട്ടിയുള്ളതാണ്. അധികം നേരം ഇത് തിളപ്പിക്കണ്ട, ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. ഇത് കുറച്ചുകൂടി ടേസ്റ്റ് കൂട്ടണമെങ്കിൽ 1 ടീസ്പൂൺ നെയ്യ് ചേർക്കാം. ഞാൻ എന്തായാലും ചേർക്കുന്നില്ല. നെയ്യും ബട്ടറും എണ്ണയും ഒക്കെ ധാരാളം ചേർത്താൽ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കുമെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. പക്ഷേ അതൊന്നും നമുക്ക് ആരോഗ്യത്തിന് അത്ര നല്ലതല്ല. അപ്പോൾ ഇത്രയും തന്നെ ധാരാളം മതി. കുറച്ച് മല്ലിയില കൂടി തൂകി അടച്ചു വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ ഒരു സൈഡ് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇത് മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിട്ട് കൊടുത്തിട്ട് വീണ്ടും ഇതുപോലെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ മുമ്പൊരു ദിവസം എയർ ഫ്രയറിൽ ചിക്കൻ ഉണ്ടാക്കി. അന്ന് എനിക്ക് മനസ്സിലായില്ല ഇത് എണ്ണയിൽ വറുത്തെടുത്തതാണോ എയർ ഫ്രയറിൽ ചെയ്തതാണോ എന്ന്. ഒരു തുള്ളി എണ്ണയില്ലാതെ. ചിക്കൻ്റെ ഉള്ളിലെ ഫാറ്റ് കൂടി ഉരുകിപ്പോകും. എന്നാൽ നല്ല ജ്യൂസിയുമാണ് ചിക്കൻ. വീണ്ടും ടെമ്പറേച്ചർ സെറ്റ് ചെയ്ത് വെക്കണം. ഇപ്പോൾ ഞാൻ 165 ഡിഗ്രിയിൽ 12 മിനിറ്റ് വയ്ക്കുകയാണ്. ഇനി അത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം എത്രമാത്രം ചിക്കൻ ഫ്രൈ ആയിട്ടുണ്ടെന്ന്. ഇപ്പോൾ സമയം കഴിഞ്ഞു. നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇതിൻ്റെ കളർ തന്നെ നോക്കിക്കേ, നല്ല ജ്യൂസി ആയിട്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നല്ല സോഫ്റ്റും ക്രിസ്പിയുമാണ്. എയർ ഫ്രയറിൽ ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ലൊരു റെസിപ്പിയാണിത്. ചിക്കൻ ഫ്രൈ അല്ലേ എപ്പോഴും ആൾക്കാർ കഴിക്കാൻ പേടിക്കുന്നത്, ഒത്തിരി ഓയിലൊക്കെ ഇതിൽ അടങ്ങിയിട്ടുണ്ടെന്ന് വിചാരിച്ച്. ഇനി ധൈര്യമായിട്ട് എയർ ഫ്രയർ ഉണ്ടെങ്കിൽ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കി കഴിക്കാം. കോവയ്ക്ക 150 സെൽഷ്യസിൽ 6 മിനിറ്റാണ് വെച്ചത്. അത് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കി ഇത്രത്തോളം ആയിട്ടുണ്ട്. ഇനി ഒന്നുകൂടി ഒന്ന് ഇളക്കിയിട്ട് വീണ്ടും വയ്ക്കുകയാണ് 6 മിനിറ്റ്. നമുക്കറിയില്ലല്ലോ ഇത് എത്രയാണ് ഇതിൻ്റെ കുക്കിംഗ് ടൈം എന്നുള്ളത്. ഇതുപോലുള്ള വെജിറ്റബിൾസ് ഫ്രൈ ചെയ്യുമ്പോൾ ആദ്യമേ ഒരുപാട് ടെമ്പറേച്ചർ വയ്ക്കേണ്ട. 10 മിനിറ്റിന് താഴെ വെച്ചാൽ മതി. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കാം. തുറന്ന് നോക്കിയിട്ട് ഫ്രൈ ആയില്ലെങ്കിൽ വീണ്ടും കുറച്ച് സമയം കൂടി വയ്ക്കാം. ടെമ്പറേച്ചർ കൂട്ടിക്കൊടുക്കണ്ട. ഏത് വെജിറ്റബിൾ ആയാലും കൂടുതൽ സമയം നമ്മൾ വേവിച്ച് ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ അതിൻ്റെ വൈറ്റമിൻസും ന്യൂട്രിയൻസും ഒക്കെ നഷ്ടപ്പെടും. അധികം മസാലയും എണ്ണയും ഒന്നുമില്ലാത്ത നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള കോവയ്ക്ക ഫ്രൈ ആണിത്. എന്തായാലും എയർ ഫ്രയർ വാങ്ങിയത് കൊണ്ട് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണ് ഞാനിപ്പോൾ ഒരാഴ്ചയായിട്ട് കഴിക്കുന്നത്. ഇനിയും ഇങ്ങനെ കുറേ സാധനങ്ങൾ ഉണ്ടാക്കാനുണ്ട്. അതെല്ലാം ഒരു ലിസ്റ്റ് എടുത്ത് വച്ചിട്ടുണ്ട്, എന്തൊക്കെയാണ് എയർ ഫ്രയറിൽ ഉണ്ടാക്കി കഴിക്കേണ്ടതെന്നുള്ളത്. ഞാനതെല്ലാം എണ്ണയിൽ വറുക്കുന്നത് കൊണ്ട് ഒഴിവാക്കിയിരിക്കുകയായിരുന്നു. അപ്പോൾ അതെല്ലാം ഇനി വരും ദിവസങ്ങളിൽ വീഡിയോയിലൂടെ കാണാം. നല്ലൊരു ചിക്കൻ ഫ്രൈ ആണ്. ഇത് കണ്ടാൽ ആരെങ്കിലും പറയുമോ ഇത് എണ്ണയിൽ വറുത്തതല്ല, എയർ ഫ്രയറിൽ ഫ്രൈ ചെയ്തെടുത്തതാണെന്നുള്ളത്? ഉച്ചയൂണിൻ്റെ സമയമാണ്. നല്ലൊരു സ്മെല്ലാണ് വീട്ടിൽ. നല്ലൊരു ചിക്കൻ ഫ്രൈയും കോവയ്ക്ക മെഴുക്ക് പുരട്ടിയും പൊടിച്ചക്ക കൂട്ടുകറിയും കൂടി ഇന്ന് അടിപൊളിയായിട്ടുള്ള ഒരു ലഞ്ചാണ്. ഈ വീഡിയോ കണ്ടിട്ട് എയർ ഫ്രയർ വാങ്ങാൻ താല്പര്യമുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റിലൂടെ അറിയിക്കുക. വീണ്ടും ധാരാളം റെസിപ്പികൾ എയർ ഫ്രയറിലൂടെ ചെയ്യുന്നതായിരിക്കും.
ഈ ഒരു ചിക്കൻ ഫ്രൈ നോക്കിക്കേ, പുറമേ നല്ല ക്രിസ്പായിട്ടിരിക്കുകയാണ്, ഉള്ളിൽ നല്ല സോഫ്റ്റ് ആൻഡ് ജ്യൂസിയാണ്, നല്ല ടേസ്റ്റാണ്. എത്ര പീസ് വേണമെങ്കിലും നമുക്ക് കഴിക്കാൻ തോന്നും. എയർ ഫ്രയർ വീട്ടിലുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മദേഴ്സ് കുക്കിംഗ് ലാബ്.